എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് സൂര്യനാരായൺ. ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് മാറി പ്രാക്ടീസ് ചെയ്താലും, എത്ര തന്നെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും, ഞാൻ ഇനി പറയുന്ന എനർജിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്നതിന് എന്നോട് ക്ഷമിക്കുക, കാരണം വളരെ ഹാർഷായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു എനർജിയിലാണോ നിങ്ങൾ എന്നെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇതിന് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെൽഫായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങളിപ്പോൾ ചേസ് ചെയ്യുകയാണോ അതോ അട്രാക്റ്റ് ചെയ്യുകയാണോ? ചേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തോടുള്ള ഇപ്പോഴത്തെ മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യം അത് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ, നിങ്ങളുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ, സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തോടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ മനോഭാവം വാണ്ടിങ് എനർജിയാണ്. എന്നാൽ ആ ഒരു ലക്ഷ്യം ലഭിച്ചാൽ മാത്രമാണ് എനിക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അതില്ലാതെ എനിക്ക് അതിജീവിക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു നീഡിങ് എനർജിയിലാണ്. ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ചില ആക്ഷൻസ് ഉണ്ട് അല്ലേ? ആ പ്രവർത്തികൾ പോലും ചെയ്യാതെ നിങ്ങൾ ദിവാസ്വപ്നം കണ്ട് ആ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങൾ അനുഭവിക്കുന്നതായിട്ടൊക്കെ സങ്കല്പിച്ച് നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു ഒബ്സസീവ് എനർജിയിലാണ്. നാലാമത്തേത്, ആ ഒരു ലക്ഷ്യം വേണം എന്നുള്ളൊരാഗ്രഹത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് വേറൊരാൾ പറയുന്നു അതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് തമ്മിലുള്ള ആ ഒരു പരസ്പര വൈരുദ്ധ്യം കൊണ്ടുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഡെസ്പറേഷനാണ്. അങ്ങനെ ഒരു ഡെസ്പറേറ്റ് എനർജിയിലാണോ നിങ്ങൾ നിൽക്കുന്നത് എന്നുകൂടി ഒന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. ഈ നാലിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ദൂരേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. ഇനി മാനിഫെസ്റ്റേഷൻ സംഭവിച്ചാലോ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ലഭിച്ച കാര്യം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് കിട്ടി, പക്ഷെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥ കണ്ടിട്ടില്ലേ? ആ രീതിയിലൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചേസിങ് എനർജിയിൽ നിന്നും എങ്ങനെയാണ് അട്രാക്റ്റിംഗ് എനർജിയിലേക്ക് മാറാൻ കഴിയുന്നത്, ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ ആക്ടർ വിജയ്, നടൻ വിജയ്, ഇവരെയൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് സമൃദ്ധിയിലാണ് അല്ലേ? സമ്പത്താണെങ്കിലും അല്ലെങ്കിൽ പ്രശസ്തിയാണെങ്കിലും അധികാരമാണെങ്കിലും ഇതെല്ലാം അവർ സമൃദ്ധിയിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം അവർ നേടാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ നിന്നും അവർക്ക് പുതിയതായി ലഭിക്കേണ്ടതായിട്ടൊന്നുമില്ല. അതായത് ഇപ്പോൾ പ്രശസ്തിയാണെങ്കിലും സമ്പത്താണെങ്കിലും അവർക്ക് ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നല്ല അവർ മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് നീഡായിട്ട് ഫീൽ ചെയ്യില്ല, അവരുടെ ലക്ഷ്യങ്ങൾ വാണ്ടായിട്ട് ഫീൽ ചെയ്യില്ല, അവർ ആ ലക്ഷ്യങ്ങളോട് ഒബ്സസ്ഡ് ആയിരിക്കില്ല. അത് ലഭിക്കാതിരുന്നാലോ അല്ലെങ്കിൽ ലഭിച്ചില്ലല്ലോ എന്നുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള എനർജിയിലും ആയിരിക്കില്ല അവർ നിലവിലുണ്ടാവുക. എങ്ങനെയാണ് നമുക്ക് ആ ഒരു അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുക? സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അവരൊക്കെ ഇത് അച്ചീവ് ചെയ്തത് കൊണ്ടല്ലേ അവർ ആ ഒരു മൈൻഡ് സെറ്റിൽ എത്തിയെന്നാണ്. ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം സേഫ്റ്റി, സെക്യൂരിറ്റി, അതായത് ഇന്നർ സേഫ്റ്റി, ഇന്നർ സെക്യൂരിറ്റി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ്. ഒരുപാട് പണം ഉണ്ടായാലാണ് ഞാൻ സേഫ് ആയിരിക്കുള്ളൂ, സെക്യൂർഡ് ആയിരിക്കുള്ളൂ എന്നാണ് എൻ്റെ ഫീലിംഗ് എങ്കിൽ ആ പണം അച്ചീവ് ചെയ്യാതെ എനിക്കൊരിക്കലും ആ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഫീൽ ചെയ്യാൻ സാധിക്കില്ല. പ്രശസ്തിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. എനിക്ക് പ്രശസ്തനായാൽ മാത്രമാണ് ഞാൻ സെക്യൂർ ആവുള്ളൂ എന്ന് ചിന്തിച്ചാൽ അത് അച്ചീവ് ചെയ്യാതെ എനിക്ക് സാധിക്കില്ല ആ ഒരു ഫീലിംഗ് ഉണ്ടാവാനായിട്ട്. എന്നാൽ ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വസിച്ച് എൻ്റെ ഉള്ളിലുള്ള ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നർ സേഫായിട്ടും ഇന്നർ സെക്യൂർഡായിട്ടും ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് സെറ്റ് ചേസിങ് ആയിട്ടുള്ള ഇതിൽ നിന്നും മാറി അബണ്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് എത്തും. ആ ഒരു അബണ്ടൻ്റ് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പോലും സാഹചര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള അപൂർവമായിട്ടുള്ള അവസരങ്ങൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അട്രാക്റ്റ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു റോക്കറ്റ് സയൻസോ ഒക്കൾട്ടായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരു ശാസ്ത്രമോ ഒന്നുമല്ല. അപ്പോൾ ചേസിങ് എനർജിയുള്ള ആളുകളുടെ ഉള്ളിലുള്ള മെൻ്റൽ ബ്ലോക്കുകളാണ്, ഇൻസെക്യൂരിറ്റീസാണ് അവരെ ലക്ഷ്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി.
അത് മാറ്റാനായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന അതേ ടൂളുകൾ തന്നെയാണ് എനിക്കിപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ളത്. ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മെൻ്റൽ ബ്ലോക്ക്സ് ഹീൽ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. അതുകൂടാതെ ആ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഫീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നതിൽ കൂടി പ്രാധാന്യം കൊടുക്കുക. നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. മെൻ്റൽ ബ്ലോക്കുകൾ ഹീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഹോപ്പനോപ്പനോ പ്രയറാണ്. നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്ന ബ്ലോക്ക് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഹോപ്പനോപ്പനോ പ്രയറുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ട്, മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.